പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, എഫേസോസ് 4:27 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അതിനാൽ നാം എല്ലാവരും ജാഗരൂകരായിരിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ പിശാചിനാൽ ആക്രമിക്കപ്പെടുന്നത് കുടുംബമാണ്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും സ്നേഹവും ഇല്ലാതാക്കുന്നത് സാത്താനാണ്. ദൈവമാണ് കുടുംബത്തിൻ്റെ ശില്പി. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്തത് ദൈവമാണ്. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം നാം കൊടുക്കാതെ വന്നപ്പോൾ പിശാച് അവിടെ സ്ഥാനം പിടിക്കുകയാണ് ചെയ്തത്. സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും സമൂഹത്തിൻ്റെ കയ്യടികൾക്കും ഈ ലോക വസ്തുക്കൾക്കും ജഡമോഹങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും എല്ലാം നാം ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ അവയെല്ലാം നേടിയെടുക്കാനായി എന്ത് അനീതിയും അക്രമവും ചെയ്യുവാൻ മനുഷ്യന് മടിയില്ലാതായി. നമ്മുടെ ബലഹീനത സാത്താൻ മുതലെടുത്തു. സാത്താൻ മനുഷ്യ മനസ്സിനെ കഠിനവും അന്ധവുമാക്കി മാറ്റി. ദൈവത്തിലുള്ള മനുഷ്യൻ്റെ വിശ്വാസത്തെ സാത്താൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവവചനങ്ങളെ തെറ്റായ രീതിയിൽ മനുഷ്യഹൃദയങ്ങളിലേക്ക് സന്ദേശങ്ങൾ നൽകി. വാശിയും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും സ്വാർത്ഥ ചിന്തകളും അഹങ്കാരവും എല്ലാം മനുഷ്യഹൃദയങ്ങളിലേക്ക് നിറച്ചു തരുന്നത് സാത്താനാണ്. ദൈവത്തിൽ നിന്നും ദൈവമക്കളെ അകറ്റിക്കൊണ്ടുവരികയാണ് സാത്താൻ ചെയ്യുന്നത്. അവന് നാം അവസരം കൊടുക്കരുത്. കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ദമ്പതിമാരിൽ ഉണ്ടായിരിക്കേണ്ട സ്നേഹവും ഐക്യവും പരസ്പര ധാരണയും അംഗീകാരവുമെല്ലാം ദൃഢമായിരിക്കേണ്ടതിനാണ് അവർ മാതാപിതാക്കളെ വിട്ട് ഏക ശരീരമാകുമെന്ന് സൂചിപ്പിക്കുന്നത്. എന്നാൽ വിവാഹത്തോടെ മാതാപിതാക്കളെ തള്ളിക്കളയാനോ അവരെ സംരക്ഷിക്കേണ്ട എന്നോ അവരെ അംഗീകരിക്കേണ്ട എന്നോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവരോട് സംസാരിക്കാനോ അവരെ സ്നേഹിക്കാനോ അവരെ അംഗീകരിക്കുവാനോ ആരും ശ്രദ്ധിക്കുന്നില്ല. ആരും സമയവും കണ്ടെത്തുന്നില്ല. ഒരു കാലത്ത് ജീവിതം മുഴുവൻ മക്കൾക്കായി മാറ്റിവെച്ച് കഷ്ടതകൾ സഹിച്ച് അവരെ വളർത്തി വലുതാക്കി. ഇന്ന് മാതാപിതാക്കൾ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന അവസ്ഥയിലാണ്. കൈപിടിക്കാൻ ആളുകളും കിട്ടിക്കഴിയുമ്പോൾ ആദ്യമായിട്ട് കൈപിടിച്ച് നടത്തിയവരെ മറന്നു പോകുന്ന ഒരു സമൂഹമാണ് ഇന്ന് നാം കാണുന്നത്. ഇന്ന് മൊബൈലിൻ്റെ രൂപത്തിലാണ് സാത്താൻ പല കുടുംബങ്ങളിലും കടന്നു വരുന്നത്. കുടുംബത്തിൽ സംസാരം നഷ്ടപ്പെട്ടു. അപ്പനും അമ്മയും മക്കളും എല്ലാം മൊബൈലിലാണ്. അത് ഉപയോഗിക്കാൻ അറിയാത്ത മാതാപിതാക്കളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ദമ്പതിമാരുടെ ഇടയിലും ഇന്ന് സംസാരം കുറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായി. അതുകൊണ്ട് സ്നേഹവും ഐക്യവും പരസ്പര ധാരണയും അംഗീകാരവും ബഹുമാനവും എല്ലാം ഇല്ലാതായി. ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നത്. കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ സാത്താൻ നശിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ സാത്താന് നാം അവസരം കൊടുക്കരുത്. ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. സാത്താൻ ഓടി അകന്നുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.